യുദ്ധം നേരിട്ട് ബാധിക്കില്ലെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഇതിൻ്റെ ആശങ്കയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. ഏറ്റവും പ്രധാനം അവശ്യ സാധനങ്ങളുടെ വിലവർധന തന്നെയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടൽപാത, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ള ഇറാൻ്റെ ഭീഷണി ആണ് ഈ സംഘർഷം കൂടുതൽ, അല്ലെങ്കിൽ ആശങ്ക കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഗൾഫ് മേഖലയിലേക്ക് ഏറ്റവും അധികം ഭക്ഷ്യസാധനങ്ങൾ എത്തുന്നത്. അത് ഇന്ത്യ, ഇന്തോനേഷ്യ, അങ്ങനെയുള്ള തായ്ലൻഡ്, ആ മേഖലകളിൽ നിന്നൊക്കെ, പാകിസ്ഥാൻ അടക്കമുള്ള, ചൈന അടക്കമുള്ള മേഖലകളിൽ നിന്നെല്ലാം അവശ്യ സാധനങ്ങൾ വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അരി, സവാള, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ധാരാളമായി എത്തുന്നത്. എയർ കാർഗോ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് കേടുവരാത്ത ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ആ നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ നീക്കം നിലയ്ക്കാൻ പോകുന്നത്. ഓരോ ദിവസവും 2 കോടിയോളം ബാരൽ എണ്ണയാണ് ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക്, ഇവിടെ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. അത് പൂർണ്ണമായും നിലയ്ക്കുകയാണെങ്കിൽ വലിയ വിലവർധന ഇന്ധനവിലയിൽ ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 10% അടുത്തേക്ക് ഇന്ധനവില വർധന എത്തും തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ $100 മുകളിലേക്ക് ഇന്ധനവില, അസംസ്കൃത എണ്ണയുടെ വില പോകുമെന്നുള്ള ആശങ്കയുമുണ്ട്. യാത്രാ ദുരിതം അതുപോലെ തന്നെ തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുക, വിമാനം റദ്ദാക്കുക, ആ സാഹചര്യം ഇപ്പോഴുമുണ്ട്. പലയിടങ്ങളിലും ഹജ്ജ് തീർത്ഥാടകർ, സ്വദേശത്തേക്ക് മടങ്ങുന്ന ഹജ്ജ് തീർത്ഥാടകർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു യാത്രാ സംവിധാനം പലർക്കും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാര മേഖലയും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതിനും ഒപ്പം തന്നെയാണ് കടൽ മാർഗമുള്ള യാത്ര ഇല്ലാതാകുന്നതോടുകൂടി വലിയ ആഡംബര കപ്പലുകൾ ദുബായ്, ഖത്തർ തുടങ്ങിയിട്ടുള്ള തീരങ്ങളിലേക്കൊന്നും വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ സർവ്വ മേഖലകളെയും വ്യാപിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അടക്കം ഏറ്റവും അധികം സാധനങ്ങൾ ഗൾഫിലേക്ക് വരുന്നത്. അതിൻ്റെ നീക്കത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. ഏതായാലും യുദ്ധം നീണ്ടുപോയാൽ കടുത്ത പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.